എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിലെ LPP സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിംപ്ലക്സ് മെത്തേഡിലെ ചില സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ മറ്റൊരു സ്പെഷ്യൽ കേസായ ഡീജനറസി എന്താണെന്ന് നോക്കാം. ബേസിക് വേരിയബിൾസ് എന്താണെന്നും നോൺ ബേസിക് വേരിയബിൾസ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഏത് സിംപ്ലക്സ് ടേബിൾ ആണെങ്കിലും ബേസിക് കോളത്തിൽ, അതായത് ബി കോളത്തിലുള്ള എലമെന്റ്സിനെയാണ് ബേസിക് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ബി കോളത്തിൽ ഇല്ലാത്ത വേരിയബിൾസിനെയാണ് നോൺ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ S1, S2, S3 വേരിയബിൾസ് ആണ് ബേസിക് വേരിയബിൾസ്, കാരണം അവ ബി കോളത്തിലുണ്ട്. കൂടാതെ ബി കോളത്തിൽ ഇല്ലാത്ത X1, X2, X3 ആണ് നോൺ ബേസിക് വേരിയബിൾസ്. ബേസിക് വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളതും അതേപോലെ നോൺ ബേസിക് വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളതും ഓരോ സിംപ്ലക്സ് ടേബിളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ബി കോളത്തിലുള്ള ബേസിക് വേരിയബിൾസിനാണ് XB കോളത്തിൽ നിന്ന് സൊല്യൂഷൻ കിട്ടുക. നോൺ ബേസിക് വേരിയബിൾസിന്റെ സൊല്യൂഷൻ എപ്പോഴും 0 ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. ഇനി സിംപ്ലക്സ് മെത്തേഡിലെ ഒരു തിയറം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂഡ് വേരിയബിൾസ് ഇൻ എ LPP ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. ദാറ്റ് മീൻസ് നോൺ സീറോ സൊല്യൂഷൻസ് ഉള്ള വേരിയബിൾസിന്റെ എണ്ണം കൺസ്ട്രെയിൻസിന്റെ നമ്പറുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണല്ലോ ഉള്ളത്. സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ നോക്കുമ്പോൾ ബേസിക് വേരിയബിൾസ് ആയ S1, S2, S3ക്ക് XB കോളത്തിൽ നോൺ സീറോ സൊല്യൂഷൻ ഉണ്ട്. അതായത് ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂഡ് വേരിയബിൾസും നമ്പർ ഓഫ് കൺസ്ട്രെയിൻസും ഈക്വൽ ആണ്. ഈ ഒരു റൂള് സിംപ്ലക്സ് അൽഗോരിതത്തിന്റെ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള എഫിഷ്യൻസിക്കും എബിലിറ്റിക്കും അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ്. കാരണം ഈ ഒരു റൂൾ ഹോൾഡ് ചെയ്താലാണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐറ്ററേഷൻസിലൂടെ ഒരു ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ നമ്പർ അൺഈക്വൽ ആയി വരാറുണ്ട്. അതായത് ഒന്നോ അതിലധികമോ ബേസിക് വേരിയബിൾസിന്റെ സൊല്യൂഷൻ 0 ആയി മാറുന്നു. അതായത് അവയ്ക്ക് നേരെയുള്ള XB കോളത്തിലെ വാല്യൂ 0 കിട്ടുന്നു. ഈ സിറ്റുവേഷനെയാണ് ഡീജനറസി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം is said to be degenerate if at least one of the basic variable is 0. ഡീജനറസി പല തരത്തിലാണ് സിംപ്ലക്സ് ടേബിളിൽ ഒക്കർ ചെയ്യുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ തന്നെ ഡീജനറസി വരുന്നു. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ കൺസ്ട്രെയിൻസിന്റെ റൈറ്റ് സൈഡിലുള്ള ഒരു വാല്യൂ 0 ആണല്ലോ. സ്വാഭാവികമായും സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിലെ XB കോളം ഫിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബേസിക് വേരിയബിൾ ആയ S1ന്റെ സൊല്യൂഷൻ 0 ആയി മാറുന്നു. ബേസിക് വേരിയബിളിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ ഡീജനറേറ്റ് ആയി എന്ന് നമുക്ക് പറയാം. ചില സന്ദർഭങ്ങളിൽ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ ഉണ്ടാകുന്ന ഡീജനറസി സബ്സീക്വന്റ് ഐറ്ററേഷൻസിൽ ഡിസപ്പിയർ ആവാറുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. കൺസ്ട്രെയിൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ഈക്വൽ സൈൻ ഉള്ളതാണല്ലോ. അപ്പോൾ തന്നെ അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്യരുത്. ആദ്യം തന്നെ സിംപ്ലക്സ് ടേബിൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ സിംപ്ലക്സ് ടേബിൾ വരച്ചു കഴിയുമ്പോൾ X1ന്റെ കോളം 1, 0 എന്നാണ് വരുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഫസ്റ്റ് കൺസ്ട്രെയിന്റിലേക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് റിക്വയർമെന്റ് അനുസരിച്ച് മാത്രം ആഡ് ചെയ്യേണ്ട വേരിയബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കൺസ്ട്രെയിന്റ് അങ്ങനെ തന്നെ എഴുതാം. സെക്കൻഡ് കൺസ്ട്രെയിന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിളിനെ ആഡ് ചെയ്യണം. അങ്ങനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും റീറൈറ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഫിൽ ചെയ്യുക. ഈ ടേബിളിൽ X1നാണ് ഫസ്റ്റ് യൂണിറ്റ് വെക്ടർ ആയ 1, 0 കോളം വന്നിരിക്കുന്നത്. അതുകൊണ്ട് X1നെ നമുക്ക് ഫസ്റ്റ് ബേസിക് വേരിയബിൾ ആയിട്ട് ബി കോളത്തിലേക്ക് എൻ്റർ ചെയ്യാം. പിന്നെ സെക്കൻഡ് യൂണിറ്റ് വെക്ടർ ആയ 0, 1 കോളം ഉള്ളത് S1നാണ്. അതുകൊണ്ട് സെക്കൻഡ് ബേസിക് വേരിയബിൾ S1 ആണ്. S1 കോളത്തിന് മാത്രമല്ല 0, 1 എന്ന യൂണിറ്റ് വെക്ടർ ഉള്ളത്. ഇവിടെ X2 കോളത്തിനും അതേ യൂണിറ്റ് വെക്ടർ തന്നെയാണ്. എങ്കിൽ പോലും സ്ലാക്ക് വേരിയബിൾ ഉണ്ടെങ്കിൽ സ്ലാക്ക് വേരിയബിളിനെ ആയിരിക്കണം ആദ്യം ബേസിസിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ബേസിക് വേരിയബിൾ X1ന്റെ XB കോളത്തിലുള്ള വാല്യൂ 0 ആണ്. അതായത് നോൺ സീറോ വാല്യൂഡ് വേരിയബിൾസിന്റെ എണ്ണം 1 ആണ്. അതായത് ഇവിടെ ഒരു വേരിയബിളിന് മാത്രമേ നോൺ സീറോ വാല്യൂ ഉള്ളൂ, S1ന് മാത്രം. പക്ഷേ കൺസ്ട്രെയിന്റിന്റെ എണ്ണം ഇവിടെ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ 2 കൺസ്ട്രെയിന്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂഡ് വേരിയബിളും അതേപോലെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസും ഈക്വൽ അല്ല. അതായത് സൊല്യൂഷൻ ഡീജനറേറ്റ് ആണെന്ന് അർത്ഥം. ഇനി ബാക്കി നമുക്ക് സോൾവ് ചെയ്യാം. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ X3 വേരിയബിൾ ആണ് ഇൻകമിംഗ് ആയി വരുന്നത്. തീറ്റ കോളം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ X1 ആണ് ഔട്ട് ഗോയിങ് എന്ന് മനസ്സിലാവുന്നു. കീ എലമെന്റ് -2. നെക്സ്റ്റ് ബി കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി കീ
ഈ റോയിനെ കീ എലമെന്റ് ആയ -2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി കീ എലമെന്റിന്റെ താഴെയുള്ള 1നെ 0 ആക്കാൻ സെക്കൻഡ് റോയിൽ നിന്ന് കീ എലമെന്റ് 1 ആക്കി വെച്ചിട്ടുള്ള പുതിയ ടേബിളിന്റെ ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ പുതിയ സെക്കൻഡ് റോ ഇങ്ങനെ കിട്ടുന്നു. ഇവിടെയും XB കോളത്തിലെ ഒരു വാല്യൂ 0 ആണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബേസിക് വേരിയബിൾ ആയ X3യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഈ ടേബിളിലും ഡീജനറസി ഉണ്ട്. വീണ്ടും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ഒപ്റ്റിമം ആയിട്ടില്ല. ഇത്തവണ X1 ആണ് ഇൻകമിംഗ് ആൻഡ് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ X3 ആണ് ഔട്ട് ഗോയിങ്. കീ എലമെന്റ് -1/2. ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിൽ ഓൾറെഡി ബേസിക് കോളത്തിൽ ഉണ്ടായിരുന്ന വേരിയബിൾ ആണ് X1. സെക്കൻഡ് ടേബിൾ ആയപ്പോൾ ആ X1നെ റീപ്ലേസ് ചെയ്ത് X3 ബേസിസിലേക്ക് വന്നു. ഇപ്പോഴിതാ വീണ്ടും ആ X3യെ റീപ്ലേസ് ചെയ്ത് X1 ബേസിസിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഒരു വേരിയബിൾ ചേഞ്ച് XB കോളം അതായത് സൊല്യൂഷൻ കോളത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായി തേർഡ് സിംപ്ലക്സ് ടേബിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യം B കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തുക. കീ എലമെന്റ് ആയ -1/2നെ 1 ആക്കാൻ ആ റോ കംപ്ലീറ്റ് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് കീ എലമെന്റ് ആയ -1/2ന്റെ താഴെയുള്ള 1/2നെ 0 ആക്കണം. അതിനുവേണ്ടി -1/2 ആണല്ലോ കീ എലമെന്റ്. സോ -1/2ഉം ആ താഴെയുള്ള 1/2ഉം കൂടെ ആഡ് ചെയ്താൽ 0 ആയി പോകില്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ടേബിളിലെ ആ 2 റോസ് ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ ടേബിളിലെ സെക്കൻഡ് റോ ആയിട്ട് എഴുതാം. അങ്ങനെ തേർഡ് ടേബിൾ കംപ്ലീറ്റ് ആയി. ഈ ഒരു ടേബിളിൽ XB കോളം ശ്രദ്ധിച്ചാൽ അറിയാം അവിടെയും 0 വന്നിട്ടുണ്ട്. അതായത് ഒരു ബേസിക് വേരിയബിളിന്റെ വാല്യൂ 0 ആയി പോയി. സോ ഡീജനറസി ഈ ടേബിളിലും ഉണ്ട്. മാത്രമല്ല സെക്കൻഡ് ടേബിളിനെ അപേക്ഷിച്ച് ഒരു മാറ്റവും XB കോളത്തിൽ വന്നിട്ടുമില്ല. അതായത് രണ്ട് ടേബിളിലെയും XB കോളം വാല്യൂസ് സെയിം ആണ്. എന്നാൽ ബേസിസ് കോളം ബിയിലെ വേരിയബിൾസിന് ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ സൊല്യൂഷൻ കോളം XBക്ക് ഒരു ഇംപ്രൂവ്മെന്റും സംഭവിച്ചിട്ടില്ല. ഈ ഒരു സിറ്റുവേഷൻ ഡീജനറസിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. ഡീജനറസി മൂലം ഉണ്ടാവുന്ന ഈ ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റാളിംഗ്. സ്റ്റാളിംഗ് ഇസ് എ സിറ്റുവേഷൻ where no further improvement in the objective function value can be achieved, even with changes in the set of basic variables, resulting in no real progress towards the optimal solution. അതായത് ബേസിക് വേരിയബിൾസ് ചേഞ്ച് ചെയ്തിട്ടും സൊല്യൂഷൻ കോളത്തിന് ഒരു മാറ്റവും ഉണ്ടാകാതെ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻ ആണ് സ്റ്റാളിംഗ്. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഓരോ ടേബിൾ കഴിയുമ്പോഴും ബി കോളത്തിലുള്ള വേരിയബിൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അതനുസരിച്ച് XB കോളത്തിലുള്ള വാല്യൂസിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. മാത്രമല്ല ഒപ്റ്റിമം അറ്റൈൻ ചെയ്യാതെ ഈ ഐറ്ററേഷൻസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും X3 തന്നെയാണ് ഇൻകമിംഗ് ആയി വരുന്നത്. തീറ്റ കണ്ടുപിടിക്കുമ്പോൾ X1 ആണ് ഔട്ട് ഗോയിങ്. ഇവിടെ ഒരു ലൂപ്പ് ഫോം ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് വീണ്ടും X3 പോയി X1 ആകുന്നു. അടുത്ത ടേബിളിൽ വീണ്ടും X1 മാറി X3 വരുന്നു. എന്നാൽ XB കോളത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇത് ഡീജനറസിയുടെ ഒരു വേഴ്സ് കണ്ടീഷൻ ആണ്. അതായത് ചില സമയങ്ങളിൽ ഇതേപോലെ കമ്പ്യൂട്ടേഷൻ ഇൻക്രീസ് ആവുകയും അത് സിംപ്ലക്സ് മെത്തേഡിന്റെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് സൈക്ലിംഗ്. സൈക്ലിംഗ് ഇസ് എ സിറ്റുവേഷൻ വേർ ദി അൽഗോരിതം റിപ്പീറ്റഡ്ലി മൂവ്സ് ബിറ്റ്വീൻ ദ സെയിം സെറ്റ് ഓഫ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആൻഡ് therefore സെയിം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ വിത്തൌട്ട് റീച്ചിങ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ, essentially getting stuck in a loop. That means സെയിം സെറ്റ് ഓഫ് ബേസിക് വേരിയബിൾസ് റിപ്പീറ്റഡ്ലി ബേസിസിൽ വന്നുകൊണ്ടിരിക്കുകയും XB കോളത്തിലെ വാല്യൂസിന് യാതൊരു മാറ്റവും വരാതിരിക്കുകയും ചെയ്യുന്നു. XB കോളത്തിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂവും ചേഞ്ച് ആവുന്നില്ല. ഒപ്റ്റിമം അറ്റൈൻ ചെയ്യാതെ നിൽക്കുന്ന ഈ സമയത്ത് സെയിം സെറ്റ് ഓഫ് ബേസിക് വേരിയബിൾസിന്റെ ലൂപ്പിൽ കാൽക്കുലേഷൻ സ്റ്റക്ക് ആവുന്നു. ഈ ഒരു സിറ്റുവേഷനെയാണ് സിംപ്ലക്സ് ടേബിളിൽ സൈക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ സൈക്ലിംഗ് ഒഴിവാക്കാൻ ഔട്ട് ഗോയിങ് വേരിയബിൾ X1 പകരം S1നെ സെലക്ട് ചെയ്യാം. അപ്പോൾ കീ എലമെന്റ് 1 കിട്ടുന്നു. ദെൻ B കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തുക. കീ എലമെന്റ് 1 ആയതുകൊണ്ട് ആ റോയ്ക്ക് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇനി കീ എലമെന്റിന്റെ മുകളിലുള്ള -2നെ 0 ആക്കാൻ ആദ്യം കീ റോയിനെ, അതായത് കീ എലമെന്റ് 1 ആയിട്ടുള്ള റോയിനെ നമുക്ക് 2 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്നിട്ട് ഈ റെഡ് കളറിലുള്ള വാല്യൂസ് ഫസ്റ്റ് റോയോടൊപ്പം ആഡ് ചെയ്ത് പുതിയ ടേബിളിന്റെ ഫസ്റ്റ് റോ കണ്ടുപിടിക്കാം. ഈ ടേബിളിൽ XB കോളത്തിൽ ഉണ്ടായിരുന്ന 0 ഇപ്പോൾ കാണാനില്ല. XBയിലെ എല്ലാ വാല്യൂസും നോൺ സീറോ വാല്യൂസ്
വാല്യൂസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ബേസിക് വേരിയബിൾ ആയ x1നും x3ക്കും നോൺ സീറോ വാല്യൂസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഡീജനറസി ഇല്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഡീജനറസി ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഏതെങ്കിലുമൊക്കെ കൺസ്ട്രെയിന്റിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ 0 വരുമ്പോഴാണ് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഡീജനറസി ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായ ഡീജനറസി സബ്സീക്വന്റ് ഐറ്ററേഷൻസിൽ ഡിസപ്പിയർ ആയ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത്. ഇതേപോലെ തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇല്ലാത്ത ഡീജനറസി സബ്സീക്വന്റ് ഐറ്ററേഷൻസിൽ ക്രിയേറ്റ് ആവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ചില പ്രോബ്ലംസിൽ സിംപ്ലക്സ് ടേബിളിൽ മിനിമം റേഷ്യോ തീറ്റ കോളത്തിൽ ഒന്നിൽ കൂടുതൽ സെയിം മിനിമം റേഷ്യോസ് ഉണ്ടാവുന്നു. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തീറ്റ കോളത്തിൽ 2 2s വന്നിരിക്കുന്ന പോലെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ബേസിസിൽ നിന്നും പോകാൻ എലിജിബിൾ ആണ് എന്നാണ് ഇതിന്റെ മീനിങ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ S1നും S2നും സെയിം മിനിമം റേഷ്യോ ഉള്ളതുകൊണ്ട് S1നെയോ S2നെയോ നമുക്ക് ഔട്ട് ഗോയിങ് വേരിയബിൾ ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഔട്ട് ഗോയിങ് വേരിയബിളിനെ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ചിലപ്പോൾ ഡീജനറസി വന്നേക്കാം. ഈ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ XB കോളത്തിൽ ഒറ്റ വാല്യൂ പോലും 0 ഇല്ലാത്തതുകൊണ്ട് ഡീജനറസി ഇല്ല. പക്ഷെ തീറ്റ കോളത്തിൽ മിനിമം റേഷ്യോസിന്റെ ഒരു ടൈ വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ സബ്സീക്വന്റ് ഐറ്ററേഷൻസിൽ ഡീജനറസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് സോൾവ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് നമ്മൾ S1നെയാണ് ഔട്ട് ഗോയിങ് വെക്ടറായി ചൂസ് ചെയ്തത്. അപ്പോൾ സബ്സീക്വന്റ് ഐറ്ററേഷൻസിൽ ഡീജനറസി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡീജനറസി വരുന്നത് ഒരു വലിയ പ്രശ്നമല്ലെങ്കിലും ഡീജനറസി മൂലം സ്റ്റാളിംഗ്, സൈക്ലിംഗ് പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ സിംപ്ലക്സ് ടേബിളിന്റെ ടെർമിനേഷനെ അഥവാ ഒപ്റ്റിമം അറ്റൈൻ ചെയ്യുന്നതിനെ അത് വൈകിപ്പിക്കും. അതുകൊണ്ട് ഇങ്ങനെ ടൈ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വേരിയബിൾസിനെ സെലക്ട് ചെയ്യാൻ നമ്മളൊരു റൂൾ ഫോളോ ചെയ്യാറുണ്ട്. അതാണ് ബ്ലാൻസ് റൂൾ. മിനിമം റേഷ്യോ തീറ്റ കോളത്തിൽ മാത്രമല്ല ടൈ വരുന്നത്, ഡെൽറ്റ ജെ വാല്യൂസിലും ടൈ ഉണ്ടാകാറുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ബേസിസിലേക്ക് എൻറ്റർ ആകാനുള്ള എലിജിബിലിറ്റി കാണിക്കാറുണ്ട്. ഈ 2 ടൈ വരുന്ന സാഹചര്യത്തിലും എൻറ്ററിംഗ് ഓർ ലീവിംഗ് വേരിയബിൾസിനെ ബ്ലാൻസ് റൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സൈക്ലിംഗ് ഉണ്ടാകാതെ സിംപ്ലക്സ് ടേബിളിനെ ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലാൻസ് റൂൾ പറയുന്നത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ബേസിസിൽ നിന്നും ലീവ് ചെയ്യാനോ അല്ലെങ്കിൽ ബേസിസിലേക്ക് എൻറ്റർ ചെയ്യാനോ എലിജിബിൾ ആണെങ്കിൽ, അതായത് തീറ്റ കോളത്തിലോ ഡെൽറ്റ ജെ വാല്യൂസിലോ ടൈ വരികയാണെങ്കിൽ ഓൾവേസ് ചൂസ് ദ വൺ വിത്ത് സ്മോളസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഓർ ഇൻഡെക്സ്. അതായത് ഇവിടെ S1ഉം S2ഉം ബേസിസിൽ നിന്ന് പോകാൻ റെഡിയാണ്. എന്നാൽ S1ന്റെയും S2ന്റെയും സബ്സ്ക്രിപ്റ്റ്സിൽ അതായത് ഇൻഡെക്സിൽ ചെറുത് ആരുടേതാണോ ആ വേരിയബിളിനെ വേണം സെലക്ട് ചെയ്യാൻ. S1ന്റെ ഇൻഡെക്സ് 1ഉം S2ന്റെ ഇൻഡെക്സ് 2 ആണല്ലോ. അതായത് ഇൻഡെക്സ് എന്ന് പറയുന്നത് S കഴിഞ്ഞിട്ട് ആ സബ്സ്ക്രിപ്റ്റ്സിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. S1ന്റെ 1ഉം S2ന്റെ 2ഉം. സോ S1നെയാണ് നമ്മൾ ലീവിംഗ് വെക്ടർ ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ S1ന് പകരം S2നെ സെലക്ട് ചെയ്തൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. S1 സെലക്ട് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ സ്ലോ ആയിട്ടാണ് S2 സെലക്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഒപ്റ്റിമം അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡീജനറസി ഉണ്ടാവുന്നത് എപ്പോഴൊക്കെയാണെന്ന് മനസ്സിലായോ? ബേസിക് വേരിയബിളിന്റെ വാല്യൂ 0 ആകുമ്പോഴും തീറ്റ കോളത്തിൽ മിനിമം റേഷ്യോ ടൈ വരുമ്പോഴും ഡീജനറസി ഉണ്ടാവുന്നുണ്ട്. വീഡിയോ ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക്